സല്യൂട്ട് സ്നേഹിതരെ. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വസ്തുത എന്താണ് എന്നറിയാമോ? മദ്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. 1996 AK ആൻ്റണി അദ്ദേഹം CM ആയിരുന്ന സമയത്താണ് ചാരായ നിരോധനം കേരളത്തിൽ കൊണ്ടുവന്നത്. പിന്നെ പത്തനംതിട്ട ഞാൻ SP ആയിട്ട് പോകുമ്പോഴും വളരെയധികം ചാരായ കേസുകൾ ഇങ്ങനെ എൻ്റെ അടുത്ത് അനധികൃതമായിട്ട് ചാരായം വാറ്റുന്നു, ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പരാതികൾ വരുന്നുണ്ടായിരുന്നു. പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. ഒരു മലയോര പ്രദേശമായതുകൊണ്ട് ആൾക്കാർക്ക് വലിയ ഡിമാൻഡുള്ള കാര്യമായതുകൊണ്ട് എത്ര പിടിച്ചാലും വീണ്ടും 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 ചാരായം അവിടെ അനധികൃതമായിട്ട് ഇങ്ങനെ ആളുകൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന നായനാർ സർക്കാരിൻ്റെ കീഴിലുള്ള എക്സൈസ് മന്ത്രിയായിരുന്ന ശിവദാസ് മേനോൻ സാറ് അദ്ദേഹം പത്തനംതിട്ടയിൽ വരികയും ഇതുപോലെ ഞങ്ങളെ വിളിച്ചിരുത്തി, എന്നെയും കളക്ടറെയും മാത്രം ഗസ്റ്റ് ഹൗസിൽ ഒരു പ്രത്യേക ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി സ്വകാര്യമായിട്ട് പറഞ്ഞു, വളരെയധികം ചാരായം ഒഴുകുന്ന സ്ഥലമാണ് പത്തനംതിട്ട ജില്ല എന്ന് എനിക്ക് പരാതികളിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര സജീവമല്ല ഈ കാര്യത്തിൽ. അവരുമായിട്ട് പങ്കു ചേർന്നുകൊണ്ട് ഇങ്ങനെ ചാരായ കച്ചവടം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ കളക്ടറും SP കൂടെ ചേർന്ന് നല്ല റെയ്ഡുകളൊക്കെ നടത്തി ഇത് ഫലപ്രദമായിട്ട് തടയണം, എന്നിട്ട് എന്നെ ഒന്ന് വിവരം അറിയിക്കണം, കാരണം അത്രയ്ക്ക് പരാതികൾ എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ഓഫീസിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാനും കളക്ടറുമായി ചില കൂടിയാലോചനകളൊക്കെ നടത്തി രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ ഏർപ്പാടാക്കുകയും ഞാൻ എൻ്റെ സാധാരണ രീതിയിലുള്ള ഇൻഫർമേഷൻ അല്ലാതെ തന്നെ എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ഓഫീസേഴ്സിനെയും കുറച്ച് പോലീസുകാരെയൊക്കെ ചേർത്ത ഒരു ചെറിയ ടീം ഉണ്ടാക്കി അവരോട് പറഞ്ഞിട്ട് പല സ്ഥലത്തായിട്ട് വിടുകയും അങ്ങനെ ഞങ്ങളൊരു ബൃഹത്തായ ഒരു ചാരായ റെയ്ഡ് പദ്ധതി തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സ്ത്രീ ചാരായം വാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് പത്തനംതിട്ടയുടെ ഒരു പ്രാന്തപ്രദേശത്ത് ആ സ്ത്രീയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. ആ റെയ്ഡ് പിടിച്ചുകൊണ്ട് ചാരായമൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രായമായ സ്ത്രീയാണ്. സാധാരണ ഒരു പാവം വീടാണ്, ഒരു പാവപ്പെട്ട വീട്. ഒരു വിവരം വയർലെസ്സിലൂടെ കിട്ടുന്നത്, മാഡം പെട്ടെന്ന് ഒരു പന്തളം ഏരിയയിലുള്ള ഒരു സ്ഥലത്ത് വരണം, ഒരു കള്ള് ഷോപ്പിൽ നിന്ന് കുറച്ച് പ്രത്യേക തരത്തിലുള്ള ഒരു ചാരായം ഞങ്ങൾ പിടിച്ചു, അതിൻ്റെ ഉറവിടം ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം നമുക്കൊരു സ്ഥലത്ത് ഞാനിങ്ങനെ റെയ്ഡിന് പോവുകയാണ്, മാഡം കൂടെ വരുന്നത് നല്ലതായിരിക്കും. കുറച്ച് ഷോക്കിംഗ് ആണ്, കാരണം ഈ സാധനത്തിനകത്ത് ഒരുപാട് അസംസ്കൃത വസ്തുക്കളുണ്ട്, മീഥൈൽ ആൽക്കഹോൾ പോലെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കണ്ണ് പൊട്ടുകയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ വ്യാജ ചാരായമാണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് ഇൻസ്റ്റൻസസ് നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ, ആളുകളൊക്കെ ചാരായം കുടിച്ച് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തടയാനായിട്ട് നമുക്ക് ഒന്ന് ബൃഹത്തായി നോക്കണം എന്നിൻ്റെ ഓഫീസർ തന്നെ വിളിച്ച് പറയുകയും അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കള്ള് ഷോപ്പിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇതുപോലെയുള്ള അനധികൃത ചാരായം കന്യാസുകളിലായിട്ട് ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. അത് അവിടുന്ന് വിൽക്കാൻ തുടങ്ങിയേ ഉള്ളൂ. ആളുകളെല്ലാവരും വാങ്ങിച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷേ അത് തുടങ്ങിയുള്ളൂ. അപ്പോൾ അതിനൊരു പേരിട്ടിരിക്കുന്ന വളരെ രസമാണ്, ആന മയക്കി എന്നാണ്. കാരണം അതിൻ്റെ ഒരു ശകലം കുടിച്ചു കഴിഞ്ഞാൽ ആന തന്നെ മയങ്ങിപ്പോവും. അപ്പോൾ അത്ര വീര്യമുള്ള ഒരു സാധനമാണ്. ചാരായം കൊടുക്കുന്ന ആളെയൊക്കെ വിളിച്ചിരുത്തി ഒരുപാട് ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ പന്തളത്തിൻ്റെ അടുത്തൊരു സ്ഥലത്തു നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. ഒരു ചെറിയ ഒരു പ്രോപ്പർട്ടി, ഒരു വെറുതെ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി, ഒരു കുഞ്ഞു ബിൽഡിങ്ങും ഉണ്ട്. പക്ഷേ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് വലിയ ഗേറ്റ് ഇട്ട് പൂട്ടിയിരിക്കണം. ഈ ഗേറ്റ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ 3-4 വണ്ടികൾ, മിനി ലോറികളും വലിയൊരു ലോറി നിറച്ചു ഇങ്ങനെ സ്പിരിറ്റ്. ഒരു ലോറിക്കകത്തുനിന്ന് സ്പിരിറ്റ് ഇറക്കാനുള്ള പരിപാടി വേറെ കുറച്ച് ലോറികൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. കാരണം ജില്ല വിട്ട് പുറത്തോട്ടുമൊക്കെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാ കടകളിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള കന്നാസ് കണക്കിന് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സാധനം. അപ്പോൾ ഈ കൊച്ചു വീട്ടിനകത്ത് എവിടെയാണ് ഇതെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ കുറേ ആളുകളൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഞങ്ങൾ പിടിച്ചൊരു വശത്തോട്ട് മാറ്റി നിർത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്ന് ഞങ്ങളിങ്ങനെ എല്ലായിടവും പരിശോധിക്കുകയാണ്. അപ്പോൾ വീട്ടിനകത്തൊക്കെ കയറി നോക്കിയിട്ട് അവിടെ ഒന്നുമില്ല, ഒരു കൊച്ചു ഓഫീസ് മുറി പോലെ ഒരു സ്ഥലം, ഒരു മേശ, സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ നടക്കുമ്പോഴിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മോട്ടോർ ഇങ്ങനെ ഓടുന്ന പോലെ ഒരു ശബ്ദം, ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എവിടുന്ന ഒച്ച വരുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങളിങ്ങനെ അതുവഴിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒച്ച അങ്ങ് നിന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു മുഴക്കം പോലെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ എന്തോ ഒരു ഉരുളുന്ന പോലെയൊക്കെ. അപ്പോൾ എനിക്ക് സംശയം തോന്നി, ഇതിൻ്റെ അടിയിൽ എന്തോ അടിയിൽ രഹസ്യ മുറി എങ്ങാണ്ട്, അറയോ എങ്ങാണ്ട് ഉണ്ട്. അപ്പം നമുക്കത് പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ഓരോ ഇഞ്ചും ആ വീടിൻ്റെയും പരിസരത്തും ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു രഹസ്യ കവാടം വീട്ടിനകത്ത് തന്നെ, ആ പുരയ്ക്കകത്ത് തന്നെയുള്ള ഒരു രഹസ്യ കവാടം ഇങ്ങനെ തുറന്ന് അതിനകത്തോട്ട് ഇറങ്ങി താഴേക്ക് പോയി അണ്ടർഗ്രൗണ്ട് ഒരു വലിയ ഫാക്ടറി പോലെ, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഒരു വലിയ ഫാക്ടറി പോലെ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഫുള്ള് കറണ്ട് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ വലിയ 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 വീപ്പ കുറ്റികൾ ഇങ്ങനെ നിറച്ചിട്ട് ഒരു വശത്തുനിന്ന് ഇങ്ങനെ ഒരു മെഷീനിൽ നിന്ന് ഇങ്ങനെ മുറുന്നുകൊണ്ട് സാധനം ഇങ്ങനെ ക്യൂബിലൂടെ ഇറങ്ങി
പോയി വേറെ സ്ഥലത്ത് ചെയ്യുന്നത് ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നു. ഒരു വശത്തൊരു ടാങ്ക് കെട്ടിയിട്ടിട്ടുണ്ട് താഴെ, അതിനകത്ത് മുഴുവൻ ഇങ്ങനെ പഴുതാര, പാറ്റ എന്നൊക്കെ പറയുന്ന ക്ഷുദ്രജീവികളെ ഇട്ട് കുതിർത്തിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് ബാറ്ററികൾ, പഴയ ബാറ്ററികൾ, പിന്നെ കുറേ മരുന്നുകൾ ഇങ്ങനെ പൊടിച്ച് കൂട്ടിയിട്ടുണ്ട്. മരുന്നിൻ്റെ കവറുകളും കുപ്പികളും ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ അത് പിന്നീട് മനസ്സിലായി അത് ഉറക്ക ഗുളികകളാണ്. ഡയസപ്പാം എന്നൊക്കെ പറയുന്ന ഗുളികകൾ മാരകമായിട്ടുള്ള ഉറക്ക ഗുളികകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്ന, സ്പിരിറ്റുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ആനമയ്ക്ക്. അപ്പോൾ അതിങ്ങനെ ഊറ്റിയെടുത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ചാരായമാണ്. അപ്പോൾ അതെടുത്ത് കളറൊന്നുമില്ല, വെള്ളം പോലെ ഇരിക്കും. അതിങ്ങനെ കന്നാസിൽ നിറച്ചാണ് അവർ വിൽപ്പന നടത്തുന്നത്. അപ്പം തുടങ്ങിയിട്ട് സ്പിരിറ്റ് ഇങ്ങനെ ദൂരെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലവും ഇതുമൊക്കെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഒരാളത്, സ്വന്തമായിട്ടുള്ളതല്ല. അതിങ്ങനെ ട്രേസ് ചെയ്ത് പുറകോട്ട് പോയപ്പോൾ ഒരു വലിയ ഒരു മുതലാളി, അദ്ദേഹത്തിന് വേറെ ഒരുപാട് ബിസിനസ്സുണ്ട്. ഞാൻ പേര് പറയുന്നത് ശരിയല്ല, കാരണം അദ്ദേഹം ഇപ്പോഴും ബിസിനസ്സും പണവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മെഷീൻ്റെ പേരിലാണ് അറിയപ്പെടുന്ന, പേരുമായിട്ട് ചേർത്തൊരു മെഷീൻ പേരും കൂടെ. അതിൻ്റെ ഇമ്പോർട്ടറാണ്. അത് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് നല്ല ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ മറവിൽ വലിയ വലിയ വാഹനങ്ങൾ ഇങ്ങനെ പോയി വരുമല്ലോ, സംസ്ഥാന അതിർത്തിയിലൊക്കെ കടന്നു വരുമല്ലോ. അപ്പോൾ അതിനകത്ത് ഈ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനം അതിൻ്റെ ഇടയിലൂടെ സ്പിരിറ്റും കൂടെ കടത്തിക്കൊണ്ടുവരും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പെട്ടെന്ന് പണക്കാരാവുന്ന എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കോപ്രായം കാണിച്ചിട്ടൊക്കെ ആയിരിക്കും അനധികൃതമായിട്ടും അന്യായമായിട്ടും നിയമവിരുദ്ധമായിട്ടുമുള്ള ചില പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് പെട്ടെന്ന് പണക്കാരനാവുന്നത്. പ്രത്യേകിച്ച് മദ്യത്തിന് നല്ലൊരു മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അനധികൃത മദ്യ കച്ചവടത്തിന് പെട്ടെന്ന് പണക്കാരനാക്കാനായിട്ട് കഴിയും ഒരാൾ. ഈ ചെക്ക് പോസ്റ്റുകളിലും ഒക്കെ ഇങ്ങനെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ, എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, സെയിൽസ് ടാക്സിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെയുള്ള ഉദ്യോഗസ്ഥർക്ക് അയാൾ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുന്നുണ്ടാവും. രാഷ്ട്രീയ പിടിപാടുള്ള വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സ്പിരിറ്റ് ഇങ്ങനെ യഥേഷ്ടം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക്. അതിനകത്ത് ഒരു സ്ഥാപനമാണ് ഈ ഫാക്ടറി. അതിനകത്ത് ഇതുപോലെ ആനമയക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഈ വലിയ സാധനം ഞങ്ങൾ ഇങ്ങനെ റെയ്ഡ് ചെയ്ത് അത് മുഴുവൻ പിടിച്ചു. ആ ഫാക്ടറി ഒക്കെ പിടിച്ചു. അതിനകത്തും അതിൻ്റെ അടിയിലും ഒരു വശത്തായിട്ടൊരു ഓഫീസുണ്ട്. അപ്പോൾ ആ ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ കുറേ രേഖകൾ, കുറേ രജിസ്റ്റേഴ്സ്, അതെല്ലാം ഞങ്ങൾ എടുത്തു, ഇങ്ങനെ സീസ് ചെയ്തെടുത്തു. പിന്നെ അതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ കുറേ രൂപ ക്യാഷായിട്ട് ഇങ്ങനെ കെട്ടുകണക്കിന് ക്യാഷ് ഇരിപ്പുണ്ട്. 6-7 ലക്ഷം രൂപയുടെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു അത് എനിക്ക് തോന്നി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കൂലിയായിട്ട്, വണ്ടി കൂലിയായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇത് പിടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ 1997 ഒരു വലിയ മദ്യ ദുരന്തം സംഭവിച്ച് കുറേ ആൾക്കാരുടെ ജീവൻ പോയേനെ, കുറേ പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടേനെ, കുറേ വലിയൊരു ദുരന്തം ഉണ്ടായേനെ. കാരണം അത്രയ്ക്ക് മാരകമായ വിഷമടങ്ങിയ വ്യാജമദ്യമായിരുന്നു ഞങ്ങൾ വേട്ടയാടി പിടിച്ചത്. അപ്പോൾ അത് വലിയൊരു പബ്ലിസിറ്റി കിട്ടേണ്ട കാര്യമായിരുന്നു. ഒരു ചെറിയ പബ്ലിസിറ്റിയോട് കൂടി അതങ്ങ് പത്രങ്ങളൊക്കെ അന്നൊക്കെ അത് എഴുതിയിട്ട് പിന്നെ അതങ്ങ് പോയി. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു പിന്നാമ്പറ കഥയുള്ളത് ഇതല്ല. കേരളത്തിലെ ആദ്യത്തെ മാസപ്പടി സംഭവം എന്ന് പറയുന്നത് ഇതോടുകൂടിയാണ് പുറത്തു വരേണ്ടിയിരുന്നത്. ഇതിനകത്ത് ഈ രേഖകളിനകത്തും രജിസ്റ്ററുകളിനകത്തും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥര്, റവന്യൂ ഉദ്യോഗസ്ഥര്, എക്സൈസ് ഉദ്യോഗസ്ഥര്, രാഷ്ട്രീയമായിട്ടുള്ള പ്രമുഖര്, അങ്ങനെ കുറേ പേര് ഇങ്ങനെ മാസം തോറും ആ വ്യവസായിയുടെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതായത് മാസം തോറും സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തെക്കാൾ ഒരല്പം കൂടുതൽ പൈസ മാസം തോറും ഈ ഉദ്യോഗസ്ഥരെല്ലാവരും കൈപ്പറ്റുന്നുണ്ടായിരുന്നു. അതിനെയാണ് മാസപ്പടി എന്ന് പറയുന്നത്. ഈ കൈപ്പറ്റുന്നത് ഈ കച്ചവടം യഥേഷ്ടമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഞെട്ടിപ്പോകും നമ്മൾ. വിശ്വസ്തനായിട്ടുള്ള DYSP-മാർ തൊട്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ, പോലീസ് സ്റ്റേഷൻ SHO-മാർ, പിന്നെ RDO-മാർ, സബ് ഡിവിഷണൽ ഓഫീസേഴ്സ്, അങ്ങനെ പല എക്സൈസിൻ്റെ പല ഓഫീസേഴ്സ്, അങ്ങനെ ഏകദേശം ഒരു 60-70 ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മാസപ്പടി കൊടുത്തുകൊണ്ടാണ് ഈ അനധികൃത ചാരായം അവിടെ അവർ മാനുഫാക്ചർ ചെയ്യുന്നതും അവർ വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ കൂട്ടു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക്, ഈ ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ മാസപ്പടി വേറൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരോട് കൂറ് കാണിക്കണ്ടേ. അതുകൊണ്ട് അവരൊന്നും റെയ്ഡ് ചെയ്യുകയില്ല, ഒന്നുമില്ല. ഈ പാവപ്പെട്ട ആൾക്കാർ ഇതുപോലെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ കൂട്ടി വിൽക്കുന്നവരെയൊക്കെ റെയ്ഡ് ചെയ്ത് പിടിച്ച് ജയിലിലാക്കും. പക്ഷേ ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ അവരൊന്നും ചെയ്യുകയും. മാസപ്പടി സംഭവം എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും അറിയുന്നത് ഈ കല്ലുവാതുക്കൽ മദ്യ ദുരന്തം ഉണ്ടായ ശേഷമാണ്. അത് 2000-ലായിരുന്നു. 33 പേർ മരിക്കുകയും ഏകദേശം 70 പേരുടെ കണ്ണ് പോവുകയൊക്കെ ചെയ്തിട്ട് വലിയൊരു സംഭവമായിട്ട് മാറിയതും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ഒക്കെ. CP മാത്യു സാറാണ് അത് അന്വേഷിച്ചത്. അപ്പോൾ ഇപ്പം ഈയിടെയാണ് അതിനകത്ത് 2-3 പ്രതികളെ വെറുതെ വിട്ടത്. ഞാൻ ജയിലിൽ പോകുമ്പോഴും മണിച്ചിനും ഒക്കെ അപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ആ ഒരു സംഭവത്തിലൂടെയാണ് മാസപ്പടി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നെങ്കിലും അതിനേക്കാളും 3 വർഷം മുമ്പ്
1997 ഇതുപോലെ മാസപ്പടി കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള വിവരം ഞാനിത് സർക്കാരിൽ ഒരു വലിയ റിപ്പോർട്ടായിട്ട് ഞാനും കളക്ടറും കൂടെ ചേർന്ന് അയച്ചു കൊടുത്തിട്ടും യാതൊരു നടപടിയും ഒരിടത്തൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങളെ ചെറുതായൊന്നും അല്ല വിഷമിപ്പിച്ചത്. അപ്പോൾ ഇത് കുറച്ച് നീണ്ട ഒരു സംഭവമാണ്. ഇതിന് ശേഷം പിന്തുടർന്ന് മറ്റ് പല സംഭവങ്ങളും ഉണ്ടായി. ഇത് പിടിച്ചത് തന്നെ ഒരു വലിയ സംഭവം, ഒരു പ്രിവെന്റീവ് ഒരു കാര്യമാണ്. വലിയ ഒരു ദുരന്തം ഉണ്ടാകാതെ സമൂഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ആൾക്കും പ്രശസ്തി കിട്ടൂല, ഒരു ഉദ്യോഗസ്ഥർക്കും പ്രശസ്തി കിട്ടൂല. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും വേണ്ടത് ഒരു വലിയ സംഭവമാണ്, ഒരു വലിയ മേജർ ഒരു കേസ്, ഒരു ദുരന്തമുള്ള ഒരു ഭയങ്കര വലിയ ഒരു സംഭവം, ആളുകളുടെ മനസാക്ഷി മരവിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികളെ പിടിക്കുമ്പോൾ കിട്ടുന്ന, മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന പ്രശസ്തി എന്ന് പറയുന്നത് ഭയങ്കര വലിയ പ്രശസ്തിയാണ്. അപ്പോൾ സംഭവം ഉണ്ടാവാൻ വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ പോലീസുകാർക്ക് പ്രസക്തി ഇല്ലല്ലോ. ഒരു ജില്ലയിൽ വളരെ ശാന്തമായിട്ട് ലോ ആൻഡ് ഓർഡർ നടക്കുകയും ഒരു കുറ്റകൃത്യവും ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആർക്കും ഇഷ്ടമില്ല. അത് പീസ്ഫുള്ളാണ്, ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും പത്രക്കാർക്ക് വാർത്തയില്ല. ഒരു പ്രതിയെ പിടിക്കാനായിട്ട് പോലീസുകാർക്ക് ഓടി നടക്കേണ്ട കാര്യമില്ല. പ്രിവെന്റീവ് എന്ന് പറയുന്ന ആസ്പെക്ട് ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ഒരു സംഭവം നടക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുറ്റവാളികളെ പ്രോത്സാഹിപ്പിച്ചുണ്ടാക്കിയെടുത്ത് കുറ്റം ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പ്രശസ്തി, പത്രാസ്, പേര്, അതൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം, പത്തനംതിട്ടയിലുണ്ടായ ഈ മാസപ്പടി സംഭവവും ഈ ഒരു വലിയ തോതിലുണ്ടായിരുന്ന സ്പിരിറ്റ് വേട്ടയും ആനമയക്കി പിടിക്കുന്നതും ഒന്നും അങ്ങനെ വലിയ പ്രാധാന്യമില്ലാതെ പോയെങ്കിലും ഇത് ചെറുതായിട്ടൊന്നും അല്ല എന്നെ ദ്രോഹിച്ചിരിക്കുന്നത്. എനിക്കൊന്നും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു ഇത്. ഔദ്യോഗികമായിട്ടും വ്യക്തിപരമായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു കേസും ഇത് തന്നെയായിരുന്നു. ഈ സ്വാധീനവും ആൾബലവും പുറകിലുണ്ടായിരുന്ന കേസായതുകൊണ്ടായിരിക്കാം. അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ അടുത്ത ആഴ്ച വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാം. സസ്നേഹം, ശ്രീലേഖ.